ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കിച്ചൺ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഹാരാഷ്ട്രൻ ട്രഡീഷണൽ ഫുഡ് അല്ലെങ്കിൽ ഒരു ഡിഷ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റെഡി ആയിട്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും അതെ, മഹാരാഷ്ട്രയിൽ ട്രഡീഷണൽ ഫാമിലി ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭക്ഷണമാണ് ഉണ്ടാക്കി കൊടുക്കുക. ഇത് അവിലാണ്. അപ്പോൾ അവർ പറയുക പോഹ എന്നാണ് പേര്. അപ്പോൾ ഇത് അവരുടേതായ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം നമ്മളും ഇതൊക്കെ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്, നമ്മുടെ കേരളത്തിലത്തെ ആൾക്കാരും ഉണ്ടാക്കാറുണ്ട്. അത് നമ്മുടെ ഒരു രീതിക്കാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മഹാരാഷ്ട്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അവിൽ പോഹ. പോഹ എന്ന് പറഞ്ഞാൽ അവിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഉപ്മാവ് ഉണ്ടാക്കുക. ഇത് നമുക്കിപ്പോൾ ചോറ് ഒരു ദിവസം കഴിച്ചില്ലെങ്കിലും ഇത് കഴിച്ചാൽ നമുക്ക് വയറിനും നല്ല സുഖമാണ്, ഒരു കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ റെഡിഷ് അവിലാണ് എടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ വിചാരിച്ചു, ശരി നിങ്ങൾക്കും ഒരു പ്രാവശ്യം കാണിച്ചു തരാമല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു അവിലെടുക്കുക. ആ അവിലെടുത്തിട്ട് ഒരു 3 പ്രാവശ്യം കഴുകണം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളത് സബോള ആവശ്യമാണ്, പച്ചമുളക് ആവശ്യമാണ്, ഇഞ്ചി ആവശ്യമാണ്. ഇതൊക്കെ നമ്മുടെ ചോയ്സാണ്. അതായത് കുറച്ചും കൂടി ടേസ്റ്റ് ആവണമെന്ന് വെച്ചാൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, കപ്പലണ്ടി അത്യാവശ്യമാണ്, ഇത് എന്തായാലും വേണം. പിന്നെ മല്ലിയില, അതും നമുക്ക് നോർത്ത് ടേസ്റ്റിലെല്ലാം മല്ലിയില. ആദ്യമൊന്നും നമ്മുടെ നാട്ടിൽ മല്ലിയില അധികം ഉപയോഗിച്ചായിരുന്നില്ല, പക്ഷെ ഇപ്പം എല്ലാവരും മല്ലിയില ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ സാമ്പാറിലടക്കം ഈ മല്ലിയില ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതേമാതിരി കുറച്ച് LG കായപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടി, ജീരകം, കറിവേപ്പിൻ്റെ ഇല. അതേമാതിരി ഇത് ചെറിയ നാരങ്ങയായ കാരണം 2 നാരങ്ങ. ഇതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ ഇതാക്കാം. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. സബോള നമുക്കിപ്പോൾ എത്ര വേണമെങ്കിൽ അത്ര എടുക്കാം സബോള. അപ്പോൾ എനിക്ക് സബോളയൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു 3 സബോള എടുത്തു. കുഴപ്പമില്ല, കാരണം എന്ന് വെച്ചാൽ ഇത് ഇത്രയും അവലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ 3 സബോളയും ഈ ഇത്രയും ഐറ്റമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സബോള നന്നായിട്ട് ചെറുതായിട്ട് നുറുക്കുക, പച്ചമുളക് നുറുക്കുക, ഇഞ്ചി ചെറുതായിട്ട് നുറുക്കുക, കപ്പലണ്ടി കൂട്ടിയിട്ട് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇനി തുടങ്ങാം. ഇതൊരു 2-3 പ്രാവശ്യം വേഗം കഴുകണം. അവല് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ കാര്യം അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ആകെ കുഴഞ്ഞുകൊണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, വേഗം കഴുകണം. കാരണം കുറച്ച് അഴുക്ക് പിന്നെ തവിടൊക്കെ ഉണ്ടാവും ഇതിൽ. തവിട് മീൻസ് നെല്ലിൻ്റെ ആ പുറത്തത്തെ ഒരു സ്ട്രോങ് നെല്ലില്ലേ, തോല്, അതുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ ദഹനത്തിന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് കാരണം നന്നായിട്ട് കഴുകണം. ആക്ച്വലി മഹാരാഷ്ട്രയിലത്തെ ആൾക്കാർ വൈറ്റ് അവിലാണ് ഉപയോഗിക്കുക. അത് ശരിക്കും ഒരു ബ്ലേഡിൻ്റെ പോലെയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മളിത് ചീഞ്ചട്ടി റെഡിയായി. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് ജീരകം ഇടുക. അപ്പം നമ്മുടെ കടുകും ജീരകം പൊട്ടാൻ തുടങ്ങി. കടുക് പൊട്ടി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീരകം ഇടാം. ജീരകവും കടുകും പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സബോള, ഇഞ്ചി, പച്ചമുളക് വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ടു. ഇനി ഇതൊരു റെഡിഷ് കളർ വേഗമാവാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, അതായത് ഈ അവലിനും ഈ എല്ലാ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പിടുക. ആ ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് വേഗം അത് മൂക്കാൻ പറ്റും. സബോള എപ്പോഴും മൂപ്പിക്കുമ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം അത് മൂക്കും. വയറ്റണ സമയത്ത് തന്നെ നമുക്ക് ആ കറിവേപ്പിലേനെയും അതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബോള മൂക്കണോട് കൂടിയിട്ട് കറിവേപ്പിൻ്റെ ഇലയും നല്ല മൂപ്പാവും. സബോള മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കായപ്പൊടിയും പിന്നെ മഞ്ഞപ്പൊടി ഇടാം. കാരണം വെച്ചാൽ അതിനെ അധികം മുമ്പേ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിയുള്ളൂ. ഒരുവിധം മൂപ്പ് കഴിഞ്ഞ കാരണമാണ് നമ്മളിപ്പോൾ മഞ്ഞപ്പൊടിയും പിന്നെ കായപ്പൊടി ഇട്ടത്. മഞ്ഞളും കായം മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയൊക്കെ അതിലിടാം. പിന്നെ കുറച്ച് മുന്തിരിങ്ങ ഉണ്ടായിരുന്നല്ലോ, ആ മുന്തിരിങ്ങ ഇട്ടിട്ട് അതൊക്കെ എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി അതിനെയും ഒന്ന് മൂപ്പിക്കുക. അതെല്ലാം മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീ നന്നായിട്ട് ലോ ചെയ്തിട്ട് നമ്മൾ കഴുകി വെച്ച അവല് അതിലിടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് അമർത്തി വെക്കണം. ആ അമർത്തി വെക്കുന്ന സമയത്ത് നമ്മൾ പിഴിഞ്ഞ് വെച്ച ഈ നാരങ്ങ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിക്കുക. മഹാരാഷ്ട്രയിലത്തെ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര കൂടി ഇടും.
അവർ പറയുന്നത് ഖട്ടാമിട്ട, മധുരവും പുളിയും രണ്ടും കൂടിയിട്ടാവുമ്പോൾ നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുക. പക്ഷേ നമ്മൾ ആവണതും പഞ്ചസാര അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലതായതുകൊണ്ട് എനിക്ക് മധുരം വേണ്ട. ഇനി എനിക്ക് ഇന്ന് ചോറും വേണ്ട. എൻ്റെ ഒരു ഭക്ഷണം ഇതാണ് ഇന്നത്തെ ദിവസം. അത്രയും ടേസ്റ്റിയാണ് ഈ സംഭവം. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്യണം. പിന്നെ എന്തെങ്കിലും മനസ്സിലാവാത്തതാണെന്ന് വെച്ചാൽ കമൻറ്റിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് ഒന്നും കൂടി പറഞ്ഞുതരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് അടച്ചു വെക്കുക. ലോ ഫ്ലെയിം ആയിരിക്കണം, തീ അധികം കൂട്ടാൻ പാടില്ല. എന്നിട്ട് ലോയിൽ അതൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അത്ര മതി, 5 മിനിറ്റ് കൊണ്ട് അത് വേവും. 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ആവി വന്നിട്ടാവും. അതോട് കൂടിയിട്ട് നമ്മുടെ ബ്രൂ കോഫിക്കുള്ള പാലും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പാല് റെഡി. ഞാൻ ഈ കിച്ചൺ വീഡിയോ ഒക്കെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇപ്പോൾ എനിക്ക് സ്റ്റാൻഡൊന്നും ഇല്ലാണ്ട് പോലും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമാട്ടോ. അങ്ങനെ ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കുന്നു, ഒരു കൈ കൊണ്ട് നിങ്ങൾക്ക് എല്ലാം കാണിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഭയങ്കര സന്തോഷമാണ് ഏതൊരു കാര്യം നമ്മൾ പുതിയതായിട്ട് പഠിക്കുമ്പോൾ. എങ്ങനെയാണ് നമുക്ക് അടുക്കള അലങ്കരിച്ചിട്ട് വയ്ക്കുക, ഇതെല്ലാം നമുക്ക് ഇതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് എന്താണ് ഒരു സ്പെഷ്യൽ സ്കില്ല് എന്ന് വെച്ചാൽ ആ സ്കില്ലുകൊണ്ട് നമ്മളും ഹാപ്പി, അതേമാതിരി മറ്റുള്ളവരെയും ഹാപ്പി ആക്കുക. അപ്പോൾ നമ്മുടെ ആവിയൊക്കെ ആയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ അപ്പോൾ നമ്മുടെ ആവാറായി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മുടെ മഹാരാഷ്ട്രൻസ് ട്രഡീഷണൽ പോഹ ഉപ്പുമ റെഡിയാണ്. കോഫിയും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്. അതുമല്ല ഇതിൽ നാരങ്ങയൊക്കെ ഉള്ള കാരണം നമ്മുടെ വയറിനും ഒരു പ്രശ്നമില്ല. ഇപ്പം നമ്മൾ കുറച്ച് യാത്ര എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഒരു ടിഫിനിൽ കൈ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയാലും പുറത്തുനിന്നൊന്നും ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർക്കും ഇത് നല്ലതാണ്. ഭയങ്കര ടേസ്റ്റി എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ട കാരണമാണ് ഈ ഡിഷ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതിൻ്റെ മുമ്പേ ദോശ ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഇതുപോലെ മഹാരാഷ്ട്രയിലത്തെ നിങ്ങൾ അവിടെ തന്നെയല്ലേ ഇരുന്നത്, മഹാരാഷ്ട്രയിലല്ലായിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല നല്ല ടേസ്റ്റി അവിടുത്തെ വെറൈറ്റീസ് ഡിഷ് ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞ കാരണമാണ് ഈ ഒരു ഐറ്റം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് കമൻ്റ് ഇടണം. അതേമാതിരി എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെന്ന് വെച്ചാൽ ഒന്ന് എന്നെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണിച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള മറുപടി ഞാൻ തരാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇനിയും റെസിപ്പീസ് മഹാരാഷ്ട്രൻ ഡിഷുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കുറേ മഹാരാഷ്ട്രൻ ഫുഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ എനിക്ക് അറിയണതാണെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ബൈ ഫ്രണ്ട്സ്.